കാപ്പ ചുമത്തി ജയിലിലടയ്ക്കപ്പെട്ട തിരുവനന്തപുരത്തെ നഗരസഭാ കൗൺസിലർ ആർ സുഗതന്റെ സത്യപ്രതിജ്ഞ അല്പസമയത്തിനകം ജയിലിൽ നടക്കാൻ പോവുകയാണ്. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം തൃശൂർ വിയ്യൂർ ജയിലിൽ വെച്ച് 11 മണിക്കാണ് സത്യപ്രതിജ്ഞ തീരുമാനിച്ചിരിക്കുന്നത്. സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു നഗരസഭാ കൗൺസിലർ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. MS ലിഷോയാണ് വിവരങ്ങളുമായി. ലിഷോയ്, നഗരസഭയിൽ ഭൂരിപക്ഷം ഉറപ്പിക്കുക എന്നത് BJPക്ക് ഒരു രാഷ്ട്രീയമായ കടുത്ത ആവശ്യകതയും വെല്ലുവിളിയുമായിരുന്നു. അതിനിടയിലാണ് കോടതിയിൽ നിന്ന് അപൂർവമായൊരു നിർദ്ദേശമുണ്ടാകുന്നത്. ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ ആകാം, നിയമപരമായി ജനവിധിയുടെ അന്തസ്സ് മാനിക്കേണ്ടതുണ്ട് എന്നാണല്ലോ കോടതിയുടെ ഒരു നിലപാട്. എങ്ങനെയാണ് ഈ ചടങ്ങ് നടക്കുന്നത്? ആദ്യമായി നടക്കുന്നൊരു കൗതുകരമായ ചടങ്ങ് കൂടിയാണല്ലോ. എങ്ങനെയാണ് അതിൻ്റെ ക്രമീകരണങ്ങൾ? തീർച്ചയായും സംസ്ഥാന ചരിത്രത്തിൽ തന്നെ ആദ്യമായായിരിക്കും ഇത്തരത്തിലൊരു സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്നത്. അപ്പോൾ അതിന് പ്രത്യേകം ക്രമീകരണങ്ങളാണ് ജയിലിൽ ഒരുക്കിയിരിക്കുന്നത്. ജയിലിനകത്തേക്ക് കടക്കുമ്പോൾ തന്നെയുള്ള ലൈബ്രറി ഹാളിലാണ് ഇത്തരത്തിൽ ഈ സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ ഒരുക്കിയിരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ സെക്രട്ടറി ഇപ്പോൾ അല്പസമയം മുൻപ് ഈ ജയിലിനകത്തേക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നൊരു സ്ഥലമെന്ന് പറയുന്നത് വിയ്യൂർ സെൻട്രൽ ജയിലിന് തൊട്ട് മുൻപിലുള്ള, അതായത് പ്രധാന ഗേറ്റിന് അടുത്തുള്ള സ്ഥലമാണ്. അതായത് ഇവിടെ നിന്നും പരിശോധിച്ച ശേഷം ഈ അങ്ങനെ അനുവദനീയമായ ആളുകളെ മാത്രമാണ് അകത്തേക്ക് കടത്തുകയുള്ളൂ. പ്രത്യേകിച്ചും ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശമുണ്ട്, അധികം ആളുകൾ പാടില്ല. മാധ്യമപ്രവർത്തകർക്കും കൃത്യമായി ഒരു നിയന്ത്രണമൊക്കെ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ പരിശോധിച്ച ശേഷമായിരിക്കും അകത്തേക്ക് പ്രവേശിപ്പിക്കുക. എന്തായാലും ജയിലിൽ 11 മണിയോടുകൂടി സത്യപ്രതിജ്ഞ നടക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ അത് പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഇനിയിപ്പോൾ അല്പസമയത്തിനകം ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ VV രാജേഷ് ഉൾപ്പെടെയുള്ള, അതുപോലെ തന്നെ മേയറുടെ ഓഫീസിലുള്ള സ്റ്റാഫുകൾ 2 പേർ ഉണ്ടാകും. അങ്ങനെ 3 പേരായിരിക്കും പ്രധാനമായും മേയറും മേയറുടെ കൂടെയും ഉണ്ടാവുക. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കേണ്ട ആളുകൾ കൃത്യമായി അവരും അല്പസമയത്തിനകം തന്നെ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുകയും ചെയ്യും. മേയറുടെ ഓഫീസിലെ നിയമകാര്യങ്ങൾ നോക്കുന്ന സ്റ്റാഫ് അല്പസമയം മുമ്പ് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ജയിലിലെ ക്രമീകരണങ്ങളൊക്കെ തന്നെ വിലയിരുത്തിയ ശേഷം അത് സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ ഒരു അന്തിമമായി അത് കണക്കാക്കുന്നതിന് വേണ്ടിയാണ് എത്തിയിട്ടുള്ളത്. എന്തായാലും ആ കാര്യങ്ങളൊക്കെ തന്നെ ജയിൽ വകുപ്പ് അധികൃതരുടെ മേൽനോട്ടത്തിൽ അതൊക്കെ തന്നെ പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളതാണ്. ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ്. അതേസമയം കോടതിയുടെ പ്രതിനിധികൾ ആരെങ്കിലും ഉണ്ടോ? തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുണ്ടോ? കാരണം ഇത് സാധാരണ നിലയിൽ നടക്കുന്ന ഒരു സത്യപ്രതിജ്ഞ അല്ലല്ലോ. അങ്ങനെ എന്തെങ്കിലും മറ്റേതെങ്കിലും ക്രമീകരണങ്ങളോ നിരീക്ഷണമോ ഉണ്ടോ? ഈ അകത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങ് അത് തത്സമയം പ്രത്യേകം കാണിക്കാൻ കഴിയുമോ? ഇപ്പോൾ അക്രഡിറ്റഡ് മാധ്യമപ്രവർത്തകർക്ക് ഈ സത്യപ്രതിജ്ഞ നടക്കുമ്പോൾ ജയിലിനകത്തേക്ക് പ്രവേശിക്കാം എന്താണല്ലോ കോടതി പറഞ്ഞിരുന്നത്. തീർച്ചയായും, അതായത് അങ്ങനെ പ്രത്യേകിച്ച് കോടതിയുടെയോ മറ്റോ ഒന്നും തന്നെ പ്രതിനിധികളൊന്നും തന്നെ ഇല്ല. കാരണം അത് കോടതിക്ക് ഇത് സംബന്ധിച്ച് ഈ സത്യപ്രതിജ്ഞ നടത്തുന്നതിന് വേണ്ടിയും ഈ ജനവിധി മാനിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരു ജനപ്രതിനിധിയെ സത്യപ്രതിജ്ഞ ചെയ്യിപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്തം എല്ലാവർക്കും ഉണ്ട് എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് നടത്താനുള്ള അനുവാദം മാത്രമാണ് നൽകിയിരിക്കുന്നത്. അതിലപ്പുറത്തേക്ക് അത് നിരീക്ഷിക്കാനോ മറ്റോ ഒന്നും തന്നെ ആരെയും തന്നെ ചുമതലപ്പെടുത്തിയിട്ടുമില്ല. മാത്രമല്ല ഈ കാര്യങ്ങളൊക്കെ തന്നെ അതിൻ്റെ ഒരു മുറയ്ക്ക് തന്നെ കൃത്യമായി നടക്കണം എന്നുള്ളത് തന്നെയാണ്. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി അവർക്ക് തിരുവനന്തപുരം നഗരസഭയിൽ കോർപ്പറേഷനിൽ അവരുടെ ആ ഒരു പ്രാതിനിധ്യം, അത് മേധാവിത്വം ഉറപ്പിക്കുന്നതിന് വേണ്ടി ഈ ഒരു സത്യപ്രതിജ്ഞ അനിവാര്യമായ ഒരു ഘടകം കൂടിയാണ്. പക്ഷേ അപ്പോഴും ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ മറ്റു ചില പ്രശ്നങ്ങളൊക്കെ തന്നെയുണ്ട്. കാരണം കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാനായി കാപ്പ കേസ് പ്രതിയായ കൗൺസിലർക്ക് കഴിയില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെയുണ്ട്. പക്ഷേ ആത്യന്തികമായി ആദ്യം ഈ സത്യപ്രതിജ്ഞ ചടങ്ങുകളാണ് നടക്കേണ്ടത്. അതിനു വേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ എന്തായാലും പൂർത്തിയാക്കിയിട്ടുണ്ട്. കോടതി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ജനങ്ങൾ തീരുമാനിച്ച് ജനങ്ങൾ അത് ഈ ജനവിധി അത് മാനിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഈ ഒരു കൗൺസിലർക്ക് സത്യപ്രതിജ്ഞ നടത്താനുള്ള ഒരു അനുവാദം അത് നൽകുക എന്നുള്ളതാണ് കോടതി നൽകിയിരിക്കുന്നത്. എന്തായാലും അക്കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു അല്പസമയത്തിനകം തന്നെ നമുക്ക് കൃത്യമായ കാര്യങ്ങൾ അറിയാം. മാത്രമല്ല ഈ ലൈവായി തന്നെ ആ കാര്യങ്ങളൊക്കെ തന്നെ കാണിക്കാനായുള്ള നിയമപരമാണ് കോടതി ഉത്തരവിന് വിധേയമായാണ്. എന്നാൽ ജനായത്തപരമായൊരു നടപടിക്രമം കൂടിയാണ്. ആദ്യത്തെ സത്യപ്രതിജ്ഞ പല അംഗങ്ങളുടെയും സത്യപ്രതിജ്ഞയിൽ സാങ്കേതികമായ പിഴവ് ഉണ്ടായ സാഹചര്യത്തിൽ കോടതിയുടെ ഇടപെടലിലാണ് രണ്ടാമത് അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തത്. പക്ഷേ അപ്പോഴേക്കും ഈ വഴട്ടുകോണം അംഗം ജയിലിലായിപ്പോയി, കാപ്പ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തപ്പെട്ട് ജയിലിലായിപ്പോയി. അപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യാത്തത് കൊണ്ട് അംഗമായി തുടരുന്നതിന് സാങ്കേതികമായ പ്രശ്നമുണ്ട്. അത് മറികടക്കുന്നതിന് വേണ്ടിയുള്ള സത്യപ്രതിജ്ഞാ ചടങ്ങാണ് കോടതിയുടെ ഉത്തരവ് പ്രകാരം ഇപ്പോൾ 11 മണിക്ക് നടക്കാൻ പോകുന്നത്. MS ലിഷോയാണ് വിയ്യൂർ ജയിലിൽ നിന്നുള്ള വിവരങ്ങൾ നൽകുന്നത്.